ക്ലോസറ്റിൽ നമ്മൾ ഇരിക്കുന്നത് തെക്കോട്ട് തിരിഞ്ഞിരിക്കാം. ദൈവാധീനങ്ങളെല്ലാം കിഴക്കോട്ടും പടിഞ്ഞാട്ടുമാണ്. അപ്പൊ അത് ദൈവികം. കിഴക്കും പടിഞ്ഞാറും നമ്മൾ പോസിറ്റീവ് സൈഡായിട്ട് സൂര്യനും ചന്ദ്രനുമായിട്ടാണ് കാണുന്നത്. കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഇരുന്ന് പോയാലത്തെ പ്രത്യേകത പെട്ടെന്ന് ഈ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ വരാം, മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ വരാം, ക്യാൻസർ വരാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഇത് കുറേ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഇത് വിസർജിക്കപ്പെടുന്നത് സംഭരിക്കാനുള്ള സ്ഥലം എവിടെയാണ്? സെപ്റ്റിക് ടാങ്കുകൾ വരാനുള്ളത് ഏതൊക്കെ ഭാഗത്താവാം? ക്ലോസറ്റിൽ നമ്മൾ ഇരിക്കുന്നത് തെക്കോട്ട് തിരിഞ്ഞിരിക്കാം, പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കാം. അതായത് നമ്മൾ ഇരിക്കുന്നത് അതായത് കിഴക്കോട്ട് നമ്മൾ എനർജി സംഭരിക്കാനിരിക്കുമ്പോൾ നമുക്ക് വിസർജ്യം കളയാൻ പറ്റില്ലല്ലോ. അതുപോലെ പടിഞ്ഞാറ് നമ്മൾ എന്താ ചെയ്യണേ? സൂര്യൻ പോകുമ്പോൾ ആ എനർജി തന്നെ അവിടെയും ഉണ്ട്. കാരണം നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ പൂജ, ദൈവാധീനങ്ങളെല്ലാം കിഴക്കോട്ടും പടിഞ്ഞാട്ടുമാണ്. അപ്പൊ അത് ദൈവികം. കിഴക്കും പടിഞ്ഞാറ് നമ്മൾ പോസിറ്റീവ് സൈഡായിട്ട് സൂര്യനും ചന്ദ്രനുമായിട്ടാണ് കാണുന്നത്. ഇവിടെ നേരെ വിസർജ്യങ്ങളാണ്. ആ വിസർജ്യങ്ങൾ കളയാനിരിക്കേണ്ടത് വടക്കോട്ടും തെക്കോട്ടും. അപ്പൊ ക്ലോസറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണമോ നമ്മളിത് വടക്കോട്ടിരിക്കാൻ പാകത്തിനാവാം, തെക്കോട്ടിരിക്കാൻ പാകത്തിനാവാം. അപ്പം അതിനനുസരിച്ചിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഇനി കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഇരുന്ന് പോയാലത്തെ പ്രത്യേകത പെട്ടെന്ന് ഈ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ വരാം, മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ വരാം, ക്യാൻസർ വരാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഇത് കുറേ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. നമുക്ക് പരീക്ഷണങ്ങൾ കൊണ്ട് നമ്മൾ തെളിയിച്ച കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും കുടുംബത്തിൽ എപ്പോഴും ഈ മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ, ഫിസ്റ്റുല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നവർ അവരുടെ ക്ലോസറ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. ആ ക്ലോസറ്റ് ഒന്ന് പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്താൽ മാറ്റങ്ങൾ ഉറപ്പാണ്. അപ്പം തീർച്ചയായും നേദ്യങ്ങൾ അല്ലെങ്കിൽ എനർജി സംഭരിക്കേണ്ടത് കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഇരുന്നാണെങ്കിൽ എനർജി വിസർജിക്കപ്പെടേണ്ടത് വടക്കോട്ടോ തെക്കോട്ടോ തിരിഞ്ഞാണ്. അപ്പം ഇനി ഇത് വിസർജിക്കപ്പെടുന്നത് സംഭരിക്കാനുള്ള സ്ഥലം എവിടെയാണ്? സെപ്റ്റിക് ടാങ്കുകൾ വരാനുള്ളത് ഏതൊക്കെ ഭാഗത്താവാം? അതായത് വടക്കിൻ്റെ മൂന്നാമത്തെ ഭാഗം, അതായത് പുറകിൽ ധനു കഴിഞ്ഞിട്ടുള്ള മകരൻ രാശി മാൻ്റെ രാശിയാവാം. അല്ലെങ്കിൽ മാൻ എന്ന് പറഞ്ഞാൽ മാൻ മാത്രമല്ല, വത്സക്കറാണ്. പിന്നെ ഇവിടെ നിന്ന് കർക്കിടകൻ രാശി, അതായത് മിഥുനൻ രാശി തെക്ക് കിഴക്ക്, അത് കഴിഞ്ഞിട്ടുള്ള കർക്കിടകൻ രാശി ഞണ്ടിൻ്റെ രാശിയാണ്, വൃശ്ചിക രാശി തേളിൻ്റെ രാശിയാണ്. ഇതാണ് അറിയാലോ. ആ 3 സ്ഥലത്ത് സെപ്റ്റിക് ടാങ്കുകൾ വരാം. ക്ലോസറ്റുകൾ എപ്പോഴും വടക്കോട്ടോ തെക്കോട്ടോ തിരിഞ്ഞിരുന്നു കൊണ്ട് കാര്യം സാധിക്കണതാവണം. അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവിടെ എനർജി സംഭരിച്ചു, എനർജി ആദ്യം ഉണ്ടാക്കി, അത് നമ്മൾ കഴിച്ചു കളഞ്ഞു. ഇത് കഴിഞ്ഞാൽ തീർന്നില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും ഒന്ന് ഉറങ്ങണമല്ലോ. അപ്പോൾ ടീച്ചറെ, അതുപോലെ ഈ നമ്മുടെ ഈ ഉറങ്ങുന്ന റൂമിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ഇപ്പം സാധാരണ രീതിയിൽ എല്ലാ ആൾക്കാരും വളരെ എന്താ പറയുക, വളരെ വിശ്വസിച്ച് പോകുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ജ്യോതിഷവും വാസ്തു എന്നൊക്കെ പറയുന്നത്. അറിഞ്ഞും അറിയാതെയും വീട് വയ്ക്കുന്നു, അവിടെ താമസിക്കുന്നു, അപ്പോൾ ഇതുപോലെ കറക്ഷൻസ് പറയുന്നു, മാറ്റുന്നു. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോയിന്റ്സ് വളരെ വാല്യുബിൾ ആണ്. എനർജി പ്രസരിക്കുന്ന സ്ഥലം എവിടെയാണോ, കിഴക്കോ പടിഞ്ഞാറോ, നമ്മൾ എനർജി സ്വീകരിക്കുന്നു, എനർജിയെ കളയേണ്ട ഒരു സ്ഥലവും കണ്ടെത്തി, തെക്കും വടക്കും. അപ്പോൾ ഒരുപാട് പേര് ഇന്ന് ഫ്ലാറ്റ് ലൈഫുകളിൽ കൺജസ്റ്റഡായി താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് കേരളം വിട്ട് പുറത്തു പോയി താമസിക്കുന്ന ചെറിയ വീടുകളിലും ചെറിയ ഫ്ലാറ്റുകളിലും താമസിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു ബാത്റൂം എന്ന് പറയുന്നത് വളരെ ചെറിയ ബാത്റൂമാണ്. ചില ബാത്റൂമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അയ്യോ, ഇവിടെ ഇവരെങ്ങനെയാണ് പോകുന്നത്, ജസ്റ്റ് ഒന്ന് കുളിക്കാൻ പോലും സ്പേസ് ഇല്ലാത്ത ബാത്റൂമുകളുണ്ട്. അതിലൊരു എളുപ്പ വഴി പറയാം. എല്ലായിടത്തും ഇപ്പോൾ ഈ സ്റ്റൂളുകൾ കിട്ടും. സ്റ്റൂളുകൾ കിട്ടും, അതായത് ക്ലോസറ്റിന്റെ മീതെ വയ്ക്കുന്ന സ്റ്റൂളുകൾ കിട്ടും. ഇത് വയസ്സായവർക്കുള്ളതല്ല. നമ്മൾക്ക് വയ്യാതെ വന്നാൽ നമ്മളെ പോയി ഇരുന്ന് ഇരിക്കാൻ പറ്റുന്നവനെല്ലാം സ്റ്റൂളിൽ ഇരിക്കാമല്ലോ. ക്ലോസറ്റിൽ തന്നെ ഇരുന്നാൽ ക്ലോസറ്റിന്റെ മുകളിൽ ഒരു സ്റ്റൂൾ വെച്ചിട്ട് ആ സ്റ്റൂൾ ഇരുന്നോട്ടെ. പറ്റുമല്ലോ. നമ്മളെ ആ കുഴിയിലേക്ക് വിസർജ്യങ്ങൾ പോകേണ്ട സ്ഥലമല്ലേ, അവിടെ എന്താ നമുക്ക് പ്രശ്നം? അപ്പം നമുക്ക് കുറച്ചേ ഉള്ളൂ ഉള്ള സൗകര്യങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, വലിയ റിപ്പയറിംഗ് ഒന്നും ആവശ്യമില്ല. ആ ക്ലോസറ്റ് ഒന്ന് സ്ട്രക്ചർ ചെയ്താൽ മതി. അല്ലാതെ ബാത്റൂമിന്റെ സെപ്റ്റിക് ടാങ്ക് പൊളിക്കാൻ പറയണില്ല, പൈപ്പ് കണക്ഷൻ മാറ്റാൻ പറയണില്ല, ഒന്നുമില്ല. ഇത് എപ്പോഴും ഒരു ദിവസത്തിൽ 2 or 3 പ്രാവശ്യമല്ലേ ആവശ്യമുള്ളൂ. അപ്പൊ അതിന് ഒരു സ്റ്റൂള് എല്ലാവർക്കും ഉപയോഗിക്കാം. ഒരു സ്റ്റൂള് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് നമ്മൾ വാഷ് ചെയ്യുന്ന ആൾ ഈ സ്റ്റൂളൊന്ന് വാഷ് ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് കിഴക്കോട്ടോ ഇരിക്കാം,
പടിഞ്ഞാട്ടോ അല്ല തെക്കോട്ടും വടക്കോട്ടും ഇരിക്കാമല്ലോ. ശരിയാ. നമുക്ക് പെട്ടെന്ന് സാധിക്കുന്നതല്ലേ. നമ്മൾ ഈ പൈസ ആകെ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളോട് നമ്മളിപ്പോൾ ചെന്ന് പറയാണ്, അയ്യോ ഇത് വാസ്തു ശരിയല്ല, നിങ്ങൾ വേഗം ക്ലോസറ്റ് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞ് ഈസിയല്ല. അതെ അതെ അപ്പോൾ അവനൊരു സ്റ്റൂൾ എന്ന് പറയുന്നത് ആ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റൂൾ മേടിച്ച് അതിൽ കാര്യം സാധിച്ച് സ്റ്റൂൾ കഴുകി അങ്ങ് മാറ്റി വെച്ചാൽ മതി. ശരിയാ. ഈ നിന്ന് കുളിക്കാൻ പറ്റാത്തവരൊക്കെ ഈ കസേരയിട്ട് കുളിക്കുന്നില്ലേ, അതെ അതെ കസേരയിൽ ഇരുന്ന് സ്റ്റൂളിരുന്നും കുളിക്കുന്നില്ലേ. അതെ. അപ്പം ഞാനൊക്കെ നിന്ന് കുളിച്ച കാലമേ മറന്നു പോയി, സ്റ്റൂളിട്ടിട്ടാണ് പറ്റുന്നത്. അപ്പം അതുപോലെ ഇതും നമുക്ക് വേണമെങ്കിൽ ചക്ക പേരിലും കായ്ക്കും. നമ്മൾക്ക് വിശ്വാസമാണ്. ഇതായിരുന്നു എൻ്റെ പ്രശ്നമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ എൻ്റെ പ്രശ്നം മാറ്റേണ്ടത് ഞാനാണ്, അതിന് വേറൊരാളില്ല. വഴി പറഞ്ഞു തരാൻ നമുക്ക് ആർക്കും പറ്റും. ആ വഴി ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ ചിലവില്ലല്ലോ. അതെ 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 അതൊന്ന് ചെയ്തു നോക്കുക, അതായിരിക്കും ഏറ്റവും. അതിന് നീ ഇതുണ്ട്, അകത്ത് വേറെ ബക്കറ്റും ഉണ്ട്, അപ്പം അതെടുത്ത് ചെയ്താൽ മതി. ഇതൊക്കെ വയസ്സ് നമ്മൾക്കും പ്രായവും വയസ്സും ആകും. എത്ര വയസ്സ് വരെ? 5 വയസ്സ് വരെ കുട്ടികളുടെ ഇപ്പോഴാണല്ലോ സ്നഗിയും ഇതൊക്കെ വന്നത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതൊക്കെ എടുത്തു കളയായിരുന്നു. ഇപ്പം അമ്മമാരുടെയും സ്നഗിയും കാര്യങ്ങളൊക്കെ ഇപ്പം സ്നഗിയൊക്കെ കളയാൻ തന്നെ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പം ഡൈപ്പറുകളെ അപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ഒരു സ്റ്റൂൾ വാങ്ങിച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നമുക്ക് നഷ്ടമില്ലല്ലോ. ഗുണമുണ്ടെങ്കിൽ എളുപ്പമല്ലേ നമുക്കത്. പിന്നീട് നമ്മൾ വീട് പണിയുമ്പോൾ, മക്കൾക്ക് പണിയുമ്പോൾ, കൊച്ചുമക്കൾക്ക് പണിയുമ്പോൾ നമുക്കത് അടുത്തയാൾ പണിയാവുന്നത് ഇതൊന്ന് ശ്രദ്ധിച്ചേക്ക് പറയാലോ. തീർച്ചയായിട്ടും നമ്മൾ ഒരു വീട് ഒരിടത്ത് തീരുന്നില്ല. ഉള്ള വീട് ഇടിച്ചു പൊളിച്ച് അടുത്തടുത്തത് പണിയുന്ന സമയത്ത് നമുക്കിത് ഓർമ്മയിൽ വയ്ക്കാം. ഇത് കാര്യമാണ്, നല്ലൊരു ഇൻഫർമേഷൻ ആണ്. അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനമായിട്ട്. ഇനി അവിടുന്ന് ഇങ്ങോട്ട് വന്നു, വിസർജ്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ ഈ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ വേസ്റ്റ് വെള്ളം, അടുക്കളയിലെ പാത്രം കഴുകുന്ന വെള്ളമാണെങ്കിൽ പോലും അതൊന്ന് നമ്മൾ അതൊരു കുഴി കുത്തിയിട്ട് അതിൽ കല്ല് കട്ടയൊക്കെ ഇട്ടിട്ട് അടച്ച് വയ്ക്കുന്ന രീതിയിലാവുക. ഇങ്ങനെ ഇത് ചാലിലേക്ക് അങ്ങ് പൊക്കോട്ടെ, തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് അങ്ങ് പൊക്കോട്ടെ, മാവിൻ്റെ ചുവട്ടിലേക്ക് പൊക്കോട്ടെ, വാഴയ്ക്കൊരു വള ആയിക്കോട്ടെ എന്ന് വിചാരിക്കാതെ ഒരു കുഴി കുത്തിയിട്ട് അതിൽ കണ്ടിട്ട് ഇടയ്ക്ക് എന്തെങ്കിലും ബ്ലീച്ചൊക്കെ ഇട്ടാൽ മതി. അങ്ങനെ വേസ്റ്റ് വെള്ളം നമ്മൾ പറഞ്ഞല്ലോ, ഈ രാശികൾ പറഞ്ഞിട്ടുണ്ട്, ആ രാശിയിലേക്ക് ഒരു പൈപ്പ് ഇട്ട് ആ പൈപ്പ് അതിലേക്ക് വരത്തക്ക രീതിയിൽ കളക്ട് ചെയ്യുക. സെപ്റ്റി ടാങ്ക് മാത്രമല്ല, ഈ തുണി അലക്കുന്ന വെള്ളം, വാഷിംഗ് മെഷീനിലെ വേസ്റ്റ് വെള്ളവും നമ്മുടെ അടുക്കളയിലെ പാത്രം കഴുകുന്ന വെള്ളവും ഒക്കെ വരാനായിട്ട് മകരൻ രാശിയിലും വൃശ്ചിക രാശിയിലും കർക്കിടക രാശിയിലും 3 രാശിയുണ്ട്. ഒരു രാശിയിൽ സെപ്റ്റി ടാങ്ക് ആണെങ്കിൽ ഒരു രാശിയിൽ വാഷിംഗ് മെഷീൻ്റെ ആയിക്കോട്ടെ. എന്താ വെച്ചാൽ എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും നമുക്ക് വാഷ് ചെയ്യണ്ടേ. അപ്പം അതങ്ങനെ ചെയ്യാം, ഇതിന് നമുക്ക് പ്രശ്നങ്ങളില്ല. അപ്പം അത് ചെയ്യാമല്ലോ. ഫ്ലാറ്റിൽ നമുക്ക് മൊത്തമായ ഒരു സമൂലമായ മാറ്റം നമുക്ക് പറ്റില്ല, ഇത് നമുക്ക് സാധിക്കും. ഇനി നമ്മൾ വീണ്ടും ഒന്ന് ബെഡിലേക്ക് വരികയാണ്.